ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോഹത്തകിടിൽ തീർത്ത 18 പടികളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഇത് കോഴിക്കോട് ജില്ലയിലെ കുറുന്തോടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും വരാം, പ്രാർത്ഥിക്കാം. ഞാനും അച്ഛനും കൂടിയാണ് ഇവിടെ പോയിട്ടുണ്ടായിരുന്നത്. വടകരയിൽ നിന്നും കുറച്ചുള്ളിലേക്കാണ് ഈ ക്ഷേത്രം. പിന്നെ അച്ഛൻ ശബരിമലയിൽ പോകാൻ വേണ്ടി വ്രതത്തിലും കൂടി ആയതുകൊണ്ട് ഇപ്പോൾ കൂടുതലും അമ്പലം വിസിറ്റ് തന്നെയാണ്. നമ്മളൊരു 5 മണി ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 5:30 ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ ഇവിടെ എത്തുമ്പോൾ ആണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഈ ക്ഷേത്രത്തിന് സ്ത്രീകളുടെ ശബരിമല എന്നും കൂടി ഒരു പേരുണ്ട്. ഇതാ ഇപ്പോൾ പടി കയറുന്നതാണ് എൻ്റെ അച്ഛൻ. നമ്മൾ ബൈക്കിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടി ഇരുട്ടാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ റൂട്ടിൽ വരാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഉള്ളിലേക്കാണിത് ഈ ഒരു ക്ഷേത്രം വരുന്നത്. വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയും അതേപോലെ രാവിലെ 6 മണി മുതൽ 8 മണി വരെയാണ് ഇവിടെ നട തുറക്കുന്നത്. ഒരു ചെറിയൊരു അമ്പലമാണിത്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. നമ്മൾ എത്തിയ ടൈം ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ. ആ മലകളും അതേപോലെ അസ്തമയമൊക്കെ ആയതുകൊണ്ട് ഒരു ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമുക്കിവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇവിടെ നിന്നിങ്ങനെ നോക്കാൻ തോന്നും. പിന്നെ ഞങ്ങൾ ഒരു നെയ്വിളക്ക് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെയും പേരിൽ. ഇവിടെ ഒരു തവണയെങ്കിലും വരാത്തവർ എന്തായാലും ഒന്ന് വരണം, പ്രാർത്ഥിക്കണം. ഇവിടെ വന്നാലേ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. ഇവിടെ നമ്മൾ കയറി വഴിയിലൂടെയല്ല ഇറങ്ങേണ്ടത്. ശബരിമലയിലും ഇങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കുറച്ച് ഈ അയ്യപ്പൻ്റെ ജനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ കണ്ടില്ലേ ഒരു കാവ് പോലെ ഉണ്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.